ഫ്രണ്ട് മൈ ഫ്രണ്ട് പാര വെച്ചു. അല്ലെങ്കിലും ഇക്കാലത്ത് ഫ്രണ്ട്സിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഏത് ഫ്രണ്ടും ഇങ്ങനെയാണ്. മോഡിയുടെ തെരഞ്ഞെടുപ്പിൽ മോഡി ജയിക്കണമെന്ന് ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കണമെന്ന് മോഡിയും ആശംസിച്ച അത്ര തിക്ക് ഫ്രണ്ട്സ്. എന്താ സംഭവിച്ചത്? ഇന്ത്യക്ക് 25% ഡ്യൂട്ടി എന്ന് പറഞ്ഞു. ഇപ്പോഴത് 50%. 25% ഡ്യൂട്ടി, 25% പിഴയും, അതൊക്കെ 50%. ബ്രസീലിന് മാത്രമേ ലോകത്ത് അമേരിക്ക 50% ചുമത്തിയിട്ടുള്ളൂ. അത് അവരുടെ രാഷ്ട്രീയം. ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്നുള്ള നിലയ്ക്കുള്ള അമേരിക്കയുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ. ഇവിടെ മൈ ഫ്രണ്ട് രാജ്യത്തിനാണ് 50%, പാകിസ്ഥാന് 19%, ഇന്ത്യക്ക് 50%. നല്ല വലിയ തോതിലുള്ള ഇടപെടലാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ മോഡി തിളങ്ങി നിൽക്കുകയാണ്. ഒരക്ഷരം പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? മാത്രമല്ല, ഇപ്പോൾ എക്കാലത്തെയും ശത്രു എന്ന് അടുത്ത കാലം വരെ പറഞ്ഞിരുന്ന ചൈനയിലേക്കാണ് ആൾ പോകുന്നത്. എങ്ങനെയെങ്കിലും ചൈനയെ നമ്മളുമായിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കണം. അത് ഞാൻ ചൈനയുമായി സൗഹൃദം ഉണ്ടാക്കുന്നതിന് ഒട്ടും എതിരുള്ള ഒരാളല്ല. കാരണം രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ സൗഹൃദമായാൽ പട്ടാളത്തിന്റെ ചെലവെങ്കിലും കുറയ്ക്കാലോ. പട്ടാളം ആവശ്യമില്ല എന്ന് രണ്ട് രാജ്യങ്ങളും പിൻവലിച്ചാൽ തീർന്നല്ലോ. അതിർത്തി ഒന്ന് സെറ്റ് ചെയ്താൽ പോരെ. അത് ബംഗ്ലാദേശുമായിട്ട് ഇപ്പം നമുക്ക് അങ്ങനെയുണ്ട്. നമുക്ക് അതിർത്തിയുണ്ട്, പക്ഷെ അവിടെ പട്ടാളം ഒന്നും കാണില്ല. അപ്പോൾ ന്യായമായും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചരിത്രം നമുക്കറിയാം. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ, ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ, പോളണ്ടും ജർമ്മനിയും തമ്മിലൊക്കെ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഒരു 50-100 കൊല്ലത്തിനിടയിൽ. പക്ഷേ ഇപ്പൊ അവർക്ക് തമ്മിൽ അതിർത്തിയില്ല. അവരൊക്കെ ഒറ്റ വിസയിൽ പോകാൻ. നിങ്ങൾക്ക് പോളണ്ടിലേക്കും ജർമ്മനിയിലേക്കും ഫ്രാൻസിലേക്കും ഒരു വിസയിൽ പോകാം. ചെങ്കൻ വിസ എടുത്ത് എല്ലാം അവിടെ പട്ടാളവും ഇല്ല, അതിരുമില്ല, ഒന്നുമില്ല. നല്ല കാര്യം. പട്ടാളം ഇല്ലാതാവുന്ന ഒരു ലോകത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഇപ്പൊ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം വരുമ്പോൾ അത് പറ്റില്ല. ചൈനയുമായിട്ട് അങ്ങനെ ഒരു വ്യാപാര എഗ്രിമെന്റ് ഉണ്ടാക്കി അങ്ങനെ സൗഹൃദം ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യം, റഷ്യയുമായിട്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ വേറൊരു ചതിയുണ്ട്. ഈ 50% ഇന്ത്യയിലെ കയറ്റുമതിക്കാരുടെ നട്ടലൊടിക്കും എന്ന് മോഡിക്ക് പറയാം, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും MSME, ചെറുകിട ഇടത്തരം നിർമ്മാണ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. അത് കയറിന്റെ ഉൽപ്പന്നങ്ങളാവാം, കൈത്തറി ഉൽപ്പന്നങ്ങളാവാം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാവാം, സ്പൈസസ് ആവാം, നമ്മുടെ ഏലം, കുരുമുളക്, കാപ്പി, അതുപോലെയുള്ള സംഗതികളാവാം. ഇതിനൊക്കെ 50% ഡ്യൂട്ടി വന്നാൽ പിന്നെ അത് അവിടെ ആരും വാങ്ങില്ല. കാരണം അവർക്ക് എന്താ ഭ്രാന്തുണ്ടോ? പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു സാധനം, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സാധനം, അതിന് 19%, ഇതിന് 50% എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇനി ഇത് വാങ്ങും? ശ്രീലങ്കയിൽ നിന്ന് കുരുമുളക് ചെന്നാൽ, ഇന്തോനേഷ്യയിൽ നിന്ന് വേറെ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ചെന്നാൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന പല സാധനം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇന്ത്യയുടെ അമേരിക്കയുമായുള്ള വിദേശ വ്യാപാരത്തിന് വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് അത് വലിയ ദ്രോഹമാണ്. ഇന്ത്യയിലെ വ്യവസായത്തിന് പ്രത്യേകിച്ചും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക്, MSME എന്ന് പറയുന്ന, അവർ തകർന്നു പോകും. ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. എന്താണെന്നറിയും? റഷ്യ എന്ന എണ്ണ ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു. അതെന്താ കാര്യം? ഇന്ത്യൻ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല, റഷ്യയുമായി നല്ല ബന്ധം ഉണ്ടാവണം. പണ്ടും ഉണ്ട് ഇന്ത്യക്ക്. അന്ന് എതിർത്ത ആളുകളാണ് ഈ ജനസംഘവും BJP, ഇന്നത്തെ പഴയ ആളുകൾ. റഷ്യയുമായി ഇന്ത്യ ബന്ധം വന്നു, അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പോലും റഷ്യ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞവരാണ് അടൽ ബിഹാരി വാജ്പേയിയും ഇവരൊക്കെ. അതവിടെ നിൽക്കട്ടെ. അന്നത്തെ റഷ്യയും പോയി, അന്നത്തെ സോവിയറ്റ് യൂണിയനൊക്കെ പോയി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ആരാന്നറിയും? IOCL-ഉം BPCL ഒന്നുമല്ല. 2 എണ്ണ കുത്തകകളാണ് കേരളത്തിൽ, റിലയൻസും അതുപോലെ നയോറയും. ഇത് രണ്ടുപേരും ഗുജറാത്തി ബായി ആണെന്ന് മനസ്സിലായോ? ഗുജറാത്തി ബായി കമ്പനികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടണമെങ്കിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യണമെന്നൊക്കെയാണ് ഇപ്പോൾ പറയണേ. അതൊന്നുമല്ല സത്യത്തിൽ. അംബാനിമാരെയും നയോരമാരെയും രക്ഷിക്കാൻ റഷ്യയിൽ നിന്ന് ഇറക്കുമതി വാങ്ങി ഇന്ത്യയിലെ വലിയൊരു ജനസമൂഹത്തിന് അവരുടെ വ്യവസായം, തൊഴിൽ, വരുമാനം, ഇന്ത്യയുടെ ഉൽപാദന GDP എല്ലാം തകർത്താലും വേണ്ടില്ല ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണം. ഇവിടെയാണ് ഇത് ദേശസ്നേഹത്തിന്റെയോ ദേശാഭിമാനത്തിന്റെയോ ഒന്നും വിഷയമല്ല. കാരണം ഇന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 1990-കളിൽ കൊട്ടിഘോഷിച്ചിരുന്ന ഒരു വാക്കുണ്ടല്ലോ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. അതുകൊണ്ട് രാജ്യമങ്ങ് വളർന്നു പോകുന്ന പലരും പറഞ്ഞു. രാജ്യത്തിന്റെ അതിർത്തികൾ ഇല്ലാതാവുന്നു, ഇന്ത്യയുടെ ഉൽപ്പന്നം അമേരിക്കയിൽ വിൽക്കുന്നു, അമേരിക്കയുടെ ഉൽപ്പന്നം ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു, മറ്റു രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികളില്ലാത്ത വ്യാപാരം നടക്കുന്നു. അന്ന് തന്നെ പ്രമുഖ എഴുത്തുകാരിയായ അരുന്ധതി റോയ് പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ഓർക്കാം. ചരക്കുകൾക്ക് അല്ലെ പണത്തിനും അല്ലേ അതിരില്ലാത്തുള്ളൂ, മനുഷ്യൻ അതിരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അമേരിക്കയ്ക്ക് പോകാനും ഇഷ്ടംപോലെ അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വരാനും പറ്റും.
പറ്റില്ലല്ലോ, മനുഷ്യനില്ലല്ലോ. അപ്പൊ ഇത് മനുഷ്യമുഖമില്ലാത്ത ആഗോളവൽക്കരണമാണ് എന്ന് അരുന്ധതി അടക്കമുള്ള ആളുകൾ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഏത് വിധേനയും ആഗോളവൽക്കരണം വരണം എന്ന് പറയുകയും അതിന്റെ ഫലമായുണ്ടായ കമ്പോളവൽക്കരണം എല്ലാവരെയും ബാധിക്കുകയും വലിയ തോതിൽ തകർച്ചയുണ്ടാവുകയും ചെയ്തു. എല്ലാവർക്കും സെൽഫോൺ കിട്ടി എന്നതൊരു വലിയ കാര്യമായിട്ട് ചിലർ പറയാറുണ്ട്. സെൽഫോൺ കിട്ടി, പക്ഷേ ദാരിദ്ര്യം കൂടി, സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വിടവ് കൂടി. ഇതൊക്കെയാണ് വലിയ തോതിൽ വിദേശ നിക്ഷേപം വന്നാൽ രാജ്യം വികസിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇടതുപക്ഷക്കാർ പോലും അതാ പറയുന്നത്, നിക്ഷേപം വരട്ടെ. ഇത് ആഗോളവൽക്കരണത്തിന്റെ ഉദാരവൽക്കരണത്തിന്റെ മുഖമാണ്. ഈ മുഖം ഇപ്പോൾ തകർന്നിരിക്കുന്നു. ട്രംപ് അടിച്ച് തകർത്തിരിക്കുന്നു. ട്രംപ് പറയുന്നു ആഗോളവൽക്കരണമല്ല, ഓരോ ദേശവൽക്കരണമാണ് വേണ്ടത്. ഒരു ദേശം അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ഉൽപാദനം സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഇന്ത്യയേക്കാൾ കൂടുതൽ അമേരിക്കയിൽ ഉൽപ്പന്നം വിൽക്കുന്ന രാജ്യമാണ് ചൈന. പക്ഷെ ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ കുറവ് ഡ്യൂട്ടി. അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആരെങ്കിലും എന്താ ഇന്ത്യക്ക് കൂടുതൽ? അതിന് കാരണം ഇന്ത്യയിൽ നട്ടെല്ലില്ലാത്തവരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായാലും അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും. കാരണം അംബാനി രക്ഷിക്കണം, അല്ലെങ്കിൽ നയോരെ രക്ഷിക്കണം എന്നതുകൊണ്ട്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഈ ഭരണത്തിന്റെ ലക്ഷ്യം ഈ കുത്തകളെ സംരക്ഷിക്കലാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഡ്യൂട്ടി കുറച്ച് റഷ്യയിൽ നിന്ന് ഇറക്കുമതി കുറയ്ക്കണോ, അതൊക്കെ നയപരമായ തീരുമാനമാണ്. ഇപ്പൊ അത് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയി, വേറെ ചിലർ ചൈനയിലേക്ക് പോയി, ലോകം മുഴുവൻ ഓടി നടക്കുകയാണ്, പരാക്രമണിച്ച് നടക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകർന്ന് കുത്തുപാളയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും ഇടത്തരം, ചെറുകിട, ഗ്രാമീണ സമ്പദ്ഘടനയാണ് തകരാൻ പോകുന്നത്. ഇവിടുത്തെ കാർഷിക വ്യവസ്ഥയാണ് തകരാൻ പോകുന്നത്. ഇതൊന്നും കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഒരു ബാധകമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അംബാനിയും നയോരയും രക്ഷപ്പെടണം, അതിനുള്ള നയങ്ങളാണ്. പിന്നെ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ വിളി, ഫ്രണ്ട് ശരിയാണ്, അത് ഏത് കാര്യത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് രണ്ട് പ്രധാനമന്ത്രിമാർ തമ്മിലെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫ്രണ്ട് ആയിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ലല്ലോ സ്ഥിതി. അപ്പൊ ഈ മൈ ഫ്രണ്ട് വിളിച്ചതൊക്കെ വേറെ ഏതോ കാര്യത്തിന് വേണ്ടിയാവും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്.